കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതിയുടെ ഈ വർഷത്തെ പി.എൻ. പണിക്കർ അവാർഡ് നേടിയ തൃക്കരിപ്പൂർ എടാട്ടുമലിലെ വി. കൃഷ്ണന് പൗരസ്വീകരണം നൽകി. തൃക്കരിപ്പൂർ പി. കോരൻ മാസ്റ്റർ സ്മാരക ഹാളിൽ നടന്ന അനുമോദന യോഗം സന്ദീപ് വാര്യർ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ സജീവമായ വി. കൃഷ്ണന് കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതിയുടെ സംസ്ഥാന അവാർഡ് നേടിയ വി. കൃഷ്ണന് തൃക്കരിപ്പൂരിൽ പൗരസ്വീകരണം നൽകി. പി. കോരൻ മാസ്റ്റർ സ്മാരക ഹാളിൽ നടന്ന അനുമോദന യോഗത്തിൽ സന്ദീപ് വാര്യർ എം.എൽ.എ. ഉപഹാര സമർപ്പണവും നടത്തി. പക്ഷെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ നാടിനെക്കുറിച്ച് എനിക്ക് ബോധ്യപ്പെട്ട ചില വസ്തുതകൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും തെക്ക് ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത് ഉത്തര മലബാർ അല്ലെങ്കിൽ ഈ കാസർഗോഡ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പലപ്പോഴും ചിന്തയിൽ വരുന്ന സമയത്ത് ഇത് കേരളത്തിൻ്റെ പൊതു സംസ്കാരത്തിൽ നിന്ന് വിഭിന്നമായി നിൽക്കുന്ന, കാരണം കാസർഗോഡ് എന്ന് കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് കന്നഡ അല്ലെങ്കിൽ തുളു ഒക്കെ സംസാരിക്കുന്ന ആ ഭാഷയൊക്കെ ചേർന്ന മലയാളം സംസാരിക്കുന്ന മമ്മൂട്ടിയുടെ ചില സിനിമയൊക്കെ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അത്തരം ഒരു പ്രിജുഡിസ്ഡ് ആയിട്ടുള്ള മുൻധാരണ വെച്ചിട്ടാണ് കാസർഗോഡിനെ കുറിച്ച് ആളുകൾ വിലയിരുത്താറുള്ളത് തെക്ക് പ്രദേശത്ത്. പക്ഷെ വാസ്തവത്തിൽ തൃക്കരിപ്പൂരിൽ വന്നിറങ്ങിയ സമയത്ത് തൃക്കരിപ്പൂരിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഇവിടുത്തെ ജനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞ 3-4 മാസക്കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ബോധ്യപ്പെട്ട കാര്യം, മനസ്സിലായ കാര്യം, കേരളീയ സംസ്കാരത്തെ ഇത്രത്തോളം ചേർത്ത് പിടിക്കുന്ന ഒരു ജനതതി കേരളത്തിൽ വേറെ എവിടെയും ഇല്ല എന്നുള്ളതാണ്. സംഘാടക സമിതി ചെയർമാൻ ടി.വി. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കാൻഫെഡ് ജില്ലാ ചെയർമാൻ പ്രൊഫസർ കെ.പി. ജയരാജൻ അനുമോദന പ്രഭാഷണം നടത്തി. ജില്ലാ ട്രഷറർ രാഘവൻ മാണിയാട്ട് അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ എം. മനു, സംഘാടക സമിതി കൺവീനർ കെ.വി. രാഘവൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് കെ.കെ. രാജേന്ദ്രൻ, കെ.വി. ജനാർദ്ദനൻ, എ.ജി.സി. ബഷീർ, ടി.വി. ഷിബിൻ, ഇ.വി. ദാമോദരൻ, ഇ. ബാലകൃഷ്ണൻ, സി. ബാലൻ, പി. രഘുനാഥൻ, എ. നാരായണൻ മാസ്റ്റർ, പി.വി. ദിനേശൻ, ടി.വി. വിജയൻ മാസ്റ്റർ, സി. സുകുമാരൻ, എം. നാരായണൻ മാസ്റ്റർ, പ്രസാദ് ഒളവറ എന്നിവ സംസാരിച്ചു. വി. കൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.